ഹായ്, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖത്തിലാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ചിക്കൻ ചില്ലി ചോപ്സാണ്. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ തക്കാളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ഉള്ളിയും തക്കാളിയും മുറിച്ചെടുക്കുക. പിന്നെ ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര നിങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടിയാണ്. ഇത് ചിക്കൻ മസാലയും, അതിൻ്റെ അപ്പുറത്തേത് കുരുമുളക് പൊടിയും, അതിൻ്റെ അപ്പുറത്തേത് മുളക് പൊടി, ഇത് കുരുമുളക് പൊടിയും, അത് അപ്പുറത്തേത് മുളക് പൊടിയും, അതിൻ്റെ അപ്പുറത്തേത് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എണ്ണ കായാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. പിന്നെ ഇപ്പോഴത്തെ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര ചിക്കൻ എടുത്ത് കൊടുക്കുക. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയും മിക്സ് ചെയ്തില്ലേ, അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ആ ഉള്ളി അതിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പിൻ്റെ പേസ്റ്റ് ആക്കി എടുത്തായിരുന്നു നേരത്തെ. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്നിപ്പോൾ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ എടുത്തിരുന്ന പൊടികളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ മസാലയും കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിലേക്കൊക്കെ പറ്റി പിടിക്കണ്ടേ, അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് കുറച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചായിരുന്നു ഞാൻ നേരത്തെ. അപ്പോൾ കുറച്ച് തിളച്ചിട്ട് വരുന്നത് അതിൽ കണ്ടില്ലേ. പിന്നെ അതിലേക്ക് ഞങ്ങൾ ലാസ്റ്റ് നന്നായിട്ട് ഒക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മല്ലി ചപ്പില്ലേ, അതൊന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തി കൂടെയായി, ദോശയുടെ കൂടെയായി, പത്തലായി, എന്തിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറി ഒന്ന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക. ഇനി അടുത്തൊരു വീഡിയോയിലും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.